ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചെമ്മീൻ പെരട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയത് നമുക്ക് നോക്കാം. വളരെ ഈസിയാണ്, സിമ്പിളുമാണ്. നമുക്ക് ലഞ്ച് ബോക്സിൻ്റെ കൂടെയൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ ചെമ്മീൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ: മുളക് പൊടി 1.5 സ്പൂണ്, മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂണ്, ഒരു വലിയ സ്പൂണിന് 1 സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, പിന്നെ 3 വറ്റൽമുളക് മുറിച്ചെടുത്തിട്ടുണ്ട്, ഒരു മീഡിയം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്ത്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന പൊടികൾ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. തീ വളരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ആ പൊടിയൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ കരിഞ്ഞു പോകരുത്, അതൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ പൊടി നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചതും വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ആ അരപ്പൊക്കെ ആ ചെമ്മീനിലേക്ക് പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഉപ്പുകൂടെ ചേർത്തൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അല്പസമയം കഴിഞ്ഞ് നമ്മൾ മൂടി തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ചെമ്മീനിൽ നിന്നൊക്കെ കുറേ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇതൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ഇല്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ അല്പസമയം കഴിഞ്ഞ് നമ്മൾ അടപ്പ് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലെ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് നമുക്കൊരു 2 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ ഗ്രേവി കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് ചെമ്മീനിങ്ങനെ നല്ലതുപോലെ മസാല പിടിച്ചിരിക്കും. അപ്പോൾ അല്പസമയം കഴിഞ്ഞ് നമ്മുടെ ചെമ്മീന് കറക്റ്റ് മസാലയൊക്കെ കറക്റ്റ് പരുവത്തിനായി വരണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ് കേട്ടോ.